ഇൻഗ്രീഡിയൻസ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തേക്ക് പുളി എടുത്തിട്ടുണ്ടിരിക്കാൻ, ചിന്ന ചെറുനാരങ്ങ വലുപ്പത്തിൽ അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടിരിക്കാൻ. അതൊക്കെ ചേമ്പ് വേവിച്ച് വെച്ചിരിക്കാൻ ഞാൻ വേവിച്ച്. പിന്നെ പച്ചമുളകായി, പെരുങ്കായം, ലാസ്റ്റ് കടച്ചിയ വെല്ലം പോടും. ഉപ്പുമ സിമ്പിളാക്കും, എല്ലാവരും ഉണ്ടാക്കും. ആദ്യமாக കച്ചട്ടി വെച്ചിരിക്കാൻ ഞാൻ, അതിൽ പുളി വേണം. പുളി ഒരു 5 മിനിറ്റ് നന്നാ തിളക്കട്ടും. അതിൽ പെരുങ്കായം പോടും. പെരുങ്കായം ഒരു 3 പച്ചമുളക് പോടും. கொஞ்சம் கருகாப்பலை, பச்சைமிளகா கீறி போட்டிருக்கேன் நான். கருகாப்பலை, மஞ்சப்பொடி, அதுக்கு வேண்டிய உப்பும் போட்டுட்டு ஒரு 5 மினிட் திளச்ச பின்ன சேம்பு போடுவேன். പുളിവെള്ളം ഒരു 5-6 മിനിറ്റ് തിളച്ചാച്ച്. ഇനിയിപ്പോൾ ചേമ്പ് പോട്ട് തിളയ്ക്കാം. ചേമ്പ് 1-2 ഉടച്ചിരിക്കാൻ ഞാൻ. അത് കുഴയേറെ ചേമ്പായിരുന്നാൽ നന്നാ കുഴഞ്ഞ് നന്നാ ചേന്തെടുക്കും. ഇതൊന്ന് ഉടക്കേണ്ടി വരും. എന്നിട്ട് അതിക്ക് വേണ്ടി വെല്ലം പോടും. എന്നിട്ട് വെല്ലം ഒരു 5 മിനിറ്റ് കൂടെ വേകട്ടും. എന്നിട്ട് കാണിച്ചു തരാം. ചേമ്പ് ചട്ടി മശൽ റെഡി ആയിട്ട്. ചേമ്പ് നന്നാ കുഴയിലേന്നുണ്ടെന്നാ നന്നാ ഉടച്ച് വിട്ടാൽ പോയി. അതുപോലെയും ചേരലേന്നുണ്ടെന്നാ കൊഞ്ചം അരിശിമാവ് കലക്കി വിടலாம். ഞാനിപ്പോൾ ഇതാ നന്നാ ഉടച്ച് വിട്ടിരിക്കും. ഇതിപ്പോൾ നന്നാ ചേർത്തിരിക്കും. அதுக்கு பொரிச்சு கொட்டுறதுக்கு വെളിച്ചെണ്ണയിൽ കടുക്, ഉളുത്തം പരിപ്പ്, മുളകാവത്തൽ പോട്ടിരിക്കും. അത് പൊരിച്ച് കൊട്ടിയാൽ പോകണം. ഇത് മുളക് കൂട്ടൽക്ക് എല്ലാം നന്നായിരിക്കും. ചട്ടി മച്ചൽ സൂപ്പറായിരിക്കും. മുളക് കൂട്ടൽക്കെല്ലാം എല്ലാവരുമേ ട്രൈ பண்ணி பாருங்க. കറിവേപ്പില പോട്ടിട്ട് പൊരിച്ച് കൊട്ടുന്നുണ്ട്. ചട്ടി മച്ചൽ റെഡിയായി. എല്ലാവരും ട്രൈ பண்ணி